ഹായ് ഓൾ. അപ്പം നമുക്ക് കേരള ESI ഫാർമസിസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 2022 നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസ്മെറ്റിക് ഈസ് ഓൾസോ ഹാവിങ് ദ റോൾ ഓഫ് എ ഡ്രഗ്? ഓപ്ഷൻ തരാം. ഡിയോഡ്രൻ്റ് ഉണ്ട്, ആൻറ്റി പെർസ്പിരൻ്റ്, ഫേസ് പൗഡർ, ലിപ്സ്റ്റിക്. അപ്പോൾ ഇതിൽ റോൾ ഓഫ് ഡ്രഗിൻ്റെ അതിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. ബാക്കി ഓപ്ഷൻസൊക്കെ ഒഴിവാക്കിയാൽ ആൻറ്റി പെർസ്പിരൻ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിക്സ്ഡ് ഓയിൽ ഈസ് നോട്ട് യൂസ്ഡ് ഫോർ പാരൻ്റൽ പ്രിപ്പറേഷൻസ്? അത് ഓപ്ഷൻ തരാം. കോക്കനട്ട് ഓയിൽ, സെസാമി, പീനട്ട് ഓയിൽ, കോട്ടൺ സീഡ് ഓയിൽ. ഇതിൽ സെസാമി, പീനട്ട്, കോട്ടൺ സീഡൊക്കെ ഓയിലൊക്കെ നമ്മൾ പാരൻ്റൽ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യും. പക്ഷേങ്കിൽ കോക്കനട്ട് ഓയിൽ നമ്മൾ പാരൻ്റൽ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യില്ല. നെക്സ്റ്റ്, ഓപ്ഷൻ എ ആണ് ആൻസർ. ഹൈപ്പോഡെർമിക് ഇഞ്ചക്ഷൻസ് ആർ അഡ്മിനിസ്റ്റേർഡ് ഇൻ ടു. അപ്പോൾ ഹൈപ്പോഡെർമിക് ഇഞ്ചക്ഷൻസ് നമ്മൾ എവിടെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. The skin between epidermal and dermal layer, into the tissue of relaxed muscle, into loose connective and adipose tissue, into the cardiac muscle. Correct answer ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. into loose connective and adipose tissue immediately beneath the dermal skin layer. അതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഹൈപ്പോഡെർമിക് ഇഞ്ചക്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ്, the volume of eye drops administered from commercial eye drop bottle is commercially ranges from. അപ്പോൾ ഐ ഡ്രോപ്സിൻ്റെ ആ ഒരു കമേർഷ്യലി നമ്മൾ അത് ഐ ബോട്ടിൽസിൻ്റെ അതിൻ്റെ എത്രയാണ് റേഞ്ച് എന്ന് വരുന്നതിന് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 25 to 56 മൈക്രോ ലിറ്റർ ആണ് ആൻസർ. ഓക്കെ, 20th ക്വസ്റ്റ്യൻ, ഫിനൈൽ ഈഥൈൽ ആൽക്കഹോൾ 0.25 to 5.5% U/V ഈസ് യൂസ്ഡ് ഇൻ ഓഫ്താൽമിക് പ്രൊഡക്റ്റ് ആസ്. ഫിനൈൽ ഈഥൈൽ ആൽക്കഹോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫിനൈൽ ഈഥൈൽ ആൽക്കഹോൾ ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി പ്രിസർവേറ്റീവ്. പിന്നെ 21, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആന്ത്രാനിലിക് ആസിഡ് ഡെറിവേറ്റീവ്? അത് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ആന്ത്രാനിലിക് ആസിഡ് ഡെറിവേറ്റീവ്. കഴിഞ്ഞ DI ക്വസ്റ്റ്യൻസിലും ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യന്. ആൻസർ ആയിട്ട് വരുന്നത് ഫ്രൂസിമൈഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, എ ബൈഗ്വാനൈഡ് ഡെറിവേറ്റീവ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് ആൻറ്റി മലേറിയൽ ഡ്രഗ്. ബൈഗ്വാനൈഡ് ഏതാണ്? ബൈഗ്വാനൈഡ് അത് ഒരു പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബൈഗ്വാനൈഡ് ആണ് പ്രഗ്വാനിൽ. അടുത്ത 23, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എൻ ആൻറ്റി ഫംഗൽ ഡ്രഗ്? ആൻറ്റി ഫംഗൽ ഡ്രഗ് ഇതാണ്. ഇതിൽ മിറ്റോമൈസിൻ, നിയോമൈസിനൊക്കെ അത് ആൻറ്റി ഫംഗൽ അല്ല. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഹാമൈസിൻ ആണ് ആൻറ്റി ഫംഗലായിട്ട് വരുന്നത് ഇവിടെ, ഹാമൈസിൻ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് യൂസ്ഡ് ടു അറസ്റ്റ് പ്രീമച്വർ ലേബർ. അപ്പോൾ ഇതൊരു നമ്മളെപ്പോഴും തെറ്റിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സാൽബൂട്ടമോൾ ആണ്. സാൽബൂട്ടമോളിൻ്റെ വേറൊരു യൂസാണ് ബ്രോങ്കോഡൈലേറ്റർ അല്ലാതെ വേറൊരു യൂസാണ് പ്രീമച്വർ ലേബറിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പെട്ടെന്നായിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റില്ല. പക്ഷേ സാൽബൂട്ടമോൾ അത് ഓർത്ത് വെക്കുക. സാൽബൂട്ടമോളിൻ്റെ വേറെ യൂസാണ് പ്രീമച്വർ ലേബറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ആൽക്കൈലേറ്റിംഗ് ഏജൻറ്റ്? ആൽക്കൈലേറ്റിംഗ് ഏജൻറ്റ് ഇതാണ് ബുസൾഫാൻ, അസാതേപ്രിൻ, ഫ്ലൂറോയുസൽ, ആക്ടിനോമൈസിൻ. അപ്പോൾ ബുസൾഫാൻ ആണ് ആൽക്കൈലേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് വരുന്നത്, ബുസൾഫാൻ. നെക്സ്റ്റ്, എൻ എത്തിലീൻ ഡൈഅമീൻ ഡെറിവേറ്റീവ് യൂസ്ഡ് ആസ് ആൻറ്റി ട്യൂബർക്കുലാർ ഡ്രഗ്. എത്തിലീൻ ഡൈഅമീൻ അപ്പോൾ എത്താംബ്യൂട്ടോൾ ആണ്. എത്താംബ്യൂട്ടോൾ പേര് തന്നെ ഉണ്ട്, എത്തിലീൻ ഡൈഅമീൻ ഡെറിവേറ്റീവ് എത്താംബ്യൂട്ടോൾ. 27, എ പോളിയീൻ ആൻറ്റിബയോട്ടിക്. എല്ലാവർക്കും അറിയാം ആംഫോട്ടറിസിൻ ബി ഒരു പോളിയീൻ ആൻറ്റിബയോട്ടിക് ആണ്. നെക്സ്റ്റ്, വെൻ അഡ്മിനിസ്റ്റേർഡ് വിത്ത് ഫാറ്റി മീൽ വിച്ച് ഡ്രഗ് ഹാസ് ഗോട്ട് ബെറ്റർ അബ്സോർഷൻ? അത് ഗ്രിസിയോഫൾവിനാണ് അബ്സോർഷൻ കൂടുതൽ. നെക്സ്റ്റ്, കാറ്റോണിക് സർഫാക്റ്റൻറ്റിൻ്റെ എക്സാമ്പിൾ ബെൻസാൽക്കോണിയം ക്ലോറൈഡ് ആണ്. നെക്സ്റ്റ്, സെഫാലോസ്പോറിൻ ഹാവ് ഇത് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ബീറ്റ ലാക്ടം റിംഗ് ഫ്യൂസ്ഡ് വിത്ത് 6 മെമ്പർ ഡൈഹൈഡ്രോ തയാസോൾ റിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത്രയും മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.